നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനു മേൽ പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ. ദൈവം തൻ്റെ വലതുകരത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ നാടിന് നൽകട്ടെ. മാനവ സ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രശോഭിക്കട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 3 സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം. ഈ ദേശങ്ങളിലുള്ള ജനകോടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗവൺമെന്റ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ 3 സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നു വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും പ്രാർത്ഥിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. 1 തിമോത്തി ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്തിനാണ് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പറയുന്നത്? ഭരണാധികാരികൾ എടുക്കുന്ന ഓരോ തീരുമാനവും ആ രാജ്യത്തെ മുഴുവൻ സ്വാധീനിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി എടുക്കുന്ന ഓരോ ഡിസിഷനും 140 കോടി ജനങ്ങളെ നന്മയാണെങ്കിൽ നന്മയിലേക്ക് കയറ്റി വരുന്നു, തിന്മയാണെങ്കിൽ തിന്മയിലേക്ക് വരുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആവശ്യപ്പെടുന്നു പൂർണ്ണ ധൈര്യത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നാം അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷയിൽ ഭാരതം കയറി വരും. അതുവഴി 140 കോടി ജനങ്ങൾക്കും അനുഗ്രഹം സ്വന്തമാക്കുവാനും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വലിയൊരു ജനതയായിട്ട് മാറുവാനും ഇടവരും. അതിനായി നമുക്കൊരുമിച്ച് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്ക് നല്ല ദർശനങ്ങളും ചിന്തകളും ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൻ നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. സഭയുടെ മേൽ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ.
സഭ ഉണരട്ടെ, സഭ ശക്തി പ്രാപിക്കട്ടെ. ഭാരതത്തെ അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനാഥരായി വിടുകില്ല, അറിഞ്ഞുകൊള്ളൂ നിങ്ങൾ. അയച്ചിടും മമനാഥൻ സത്യാത്മാവിനെ എന്നും. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അനാഥരായി വിടുകില്ല, ഞങ്ങളെ നയിക്കുന്ന ആത്മാവേ, അറിഞ്ഞുകൊള്ളൂ നിങ്ങൾ. ശിഷ്യരെ ശക്തിപ്പെടുത്തിയ ആത്മാവേ, അയച്ചിടും മമനാഥൻ സത്യാത്മാവിനെ എന്നും. അരൂപിയാൽ നിറയാൻ വരുന്നിതാ ഭാരത സഭ നിറയട്ടെ, അരൂപിതൻ ഭാരതത്തിലെ ജനം മുഴുവൻ നിറയട്ടെ. കരുത്തുമീകണമേ, അരൂപിയാൽ നിറയാൻ കവിയാൻ നിറയ്ക്കുന്ന ആത്മാവേ, നിദാനങ്ങൾ അയക്കുന്ന ആത്മാവേ, അരൂപിതൻ വരവും രൂപപ്പെടുത്തുന്ന ആത്മാവേ, കരുത്തുമീകണമേ. ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്ത ആത്മാവ്, പത്രോസിൽ നിറഞ്ഞ ആത്മാവ്, പൗലോസിൽ നിറഞ്ഞ ആത്മാവ് സഭയിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരള സഭയിൽ നിറയട്ടെ, കർണാടക സഭയിൽ നിറയട്ടെ, തമിഴ്നാട് സഭയിൽ നിറയട്ടെ. ആത്മാവേ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സഭയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഭാരത സഭയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, ഭാരതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങ് തന്ന എല്ലാ ദാനങ്ങളെയും എല്ലാ കൃപകളെയും എല്ലാ വഴി നടത്തലിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഭാരത സഭയ്ക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് ഈ മണിക്കൂറുകളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകം 17-9 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലും അമലേക്യരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ സമയത്ത് മോശയുടെ കരം എപ്പോഴൊക്കെ ഉയർന്നു നിന്നവോ അപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, സഭയ്ക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും കരങ്ങൾ ഉയരട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ടി വിയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളും ഭാരത സഭയ്ക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി ഈ മണിക്കൂറുകളിൽ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് നമുക്ക് 3 സംസ്ഥാനങ്ങളെ സമർപ്പിക്കാം. കേരളം, തമിഴ്നാട്, കർണാടക. ഈ 3 സംസ്ഥാനത്തിനുമുള്ള 17 കോടി ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇവിടെയുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ സമർപ്പിക്കാം. യുവതി യുവാക്കന്മാരെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ വൈദികരെയും മേലധ്യക്ഷന്മാരെയും ഭരണാധികാരികളെയും നമുക്ക് സമർപ്പിക്കാം.
പ്രിയമുള്ളവരെ, ഈ 3 സംസ്ഥാനത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി ആവരിക്കട്ടെ കർത്താവേ. ഈ 3 സംസ്ഥാനങ്ങൾ, കർത്താവിയുടെ ഭരണാധികാരികൾ, സഭ, കർത്താവിലെ വിശ്വാസികൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏറ്റെടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഐക്യത്തിൻ്റെ ആത്മാവേ ഈ 3 സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് ഈശോയുടെ ചൈതന്യം ഒഴുകി വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ മണിക്കൂറുകളിൽ സൗഖ്യം പ്രാപിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത്ഭുതകരമായ രോഗശാന്തികൾ ഈ നിമിഷങ്ങളിൽ കർത്താവ് ചൊരിയണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധങ്ങൾ അഴിക്കണമേ കർത്താവേ, കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഈ 3 സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രക്ഷകനായ ഈശോയെ, രക്ഷകനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, കഴിഞ്ഞ നാളുകളിൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ 3 സംസ്ഥാനങ്ങളെയും ഇന്നേ ദിവസം പ്രത്യേകമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 3 സംസ്ഥാനത്തെയും സഭയെയും ഭരണാധികാരികളെയും കുടുംബങ്ങളെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആത്മായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, ശക്തി ആവരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചൈതന്യം ഈ സംസ്ഥാനങ്ങളുടെ മേൽ നിറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹനിധിയായ ഈശോയെ, അങ്ങേ കരങ്ങളിലേക്ക് 3 സംസ്ഥാനങ്ങളിലെ സഭകളെ സമർപ്പിക്കുന്നു. സഭാശ്രേഷ്ഠരെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിക്കുന്നു. എല്ലാ സന്യസ്യരെ സമർപ്പിക്കുന്നു. ആത്മായ പ്രേക്ഷിത ശുശ്രൂഷകരെ സമർപ്പിക്കുന്നു. എല്ലാ വിശ്വാസ സമൂഹത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഫിലിപ്പ് 2:13 അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നമ്മെ ഇച്ഛിപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്ന അവിടെ തന്നെയാണ്. കർത്താവേ, അവിടുത്തെ ഇഷ്ടത്തിനനുസൃതമായുള്ള ഇച്ഛ, പ്രചോദനം തിരുസഭ മക്കൾക്ക്, ഈ സംസ്ഥാനങ്ങളിലെ സഭാ മക്കൾക്ക് നൽകണമേ. കർത്താവേ, ഇവരിൽ അങ്ങയുടെ തീ സ്നേഹാഗ്നി ആളിക്കത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരുടെ ശുശ്രൂഷകരുടെ സഭയിൽ നിന്ന് ഉയർത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ കർത്താവിന്റെ മഹത്വം പ്രഘോഷിക്കാൻ, വെളിപ്പെടുത്തുവാൻ കർത്താവേ ഈ സഭകളിലൂടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തെ അഭിഷേകമുള്ള ശുശ്രൂഷകരുടെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവെ അനേകർക്ക് അങ്ങയുടെ സൗഖ്യവും കരുണയും കൃപയും സ്നേഹവും ലഭിക്കുവാൻ ഇടയാക്കിക്കൊണ്ട് അങ്ങേ രക്ഷണ നാഥനുമായി സ്വീകരിക്കുവാനുള്ള പ്രചോദനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സംസ്ഥാനങ്ങളിലെ വിവിധ സഭകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സക്രിയയുടെ പുസ്തകം 11-7 തിരുവചനം, ഞാൻ 2 വടി കയ്യിലെടുത്തു, ഒന്നിന് കൃപയെന്നും രണ്ടാമത്തിന് ഐക്യമെന്നും പേരിട്ടു, ഞാൻ ആടുകളെ മേയിച്ചു. കർത്താവേ, കൃപയുടെയും ഐക്യത്തിന്റെയും വടികളാകുന്ന അനുഗ്രഹത്തിന്റെ കൃപ ഈ സംസ്ഥാനങ്ങളിൽ എല്ലാ സഭാ സമൂഹങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സഭകളും ഒത്തൊരുമയോടും ഐക്യത്തോടും സ്നേഹത്തോടും കൂടെ കർത്താവിന്റെ ആത്യന്തികമായിട്ടുള്ള ആത്മാക്കളുടെ രക്ഷയപ്പെടുത്തി ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ട് കർത്താവെ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുന്നവരായി സ്നേഹത്താൽ ഐക്യത്താൽ ബലപ്പെടുത്താനും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സഭയെ അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ നയിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ തൃത്വമേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഈ 3 സംസ്ഥാനങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ കുടുംബങ്ങളെയും
അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് ഞങ്ങൾ വച്ചു തരുന്നു. നല്ല നാഥ, ഇപ്പോൾ തകർച്ചയിൽ വക്കീൽ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവാഹമോചനങ്ങൾ നടന്നിട്ടുള്ള കുടുംബങ്ങൾ, വിവാഹമോചനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, നല്ല ഈശോയെ കരുണയോടെ അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തതയില്ലാത്ത ദാമ്പത്തിക ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വിശുദ്ധിയോടെ ജീവിക്കുന്ന കുടുംബങ്ങളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ അവിടുന്ന് താങ്ങിക്കൊള്ളണമേ. അതുപോലെ നാഥ, ഞങ്ങളുടെ ഈ 3 സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ ഈശോയെ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ അനേകരുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം നൽകി ആ കുഞ്ഞുമക്കളെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നാഥ, അതുപോലെ ദുരുപയോഗിക്കപ്പെട്ട കുഞ്ഞുമക്കൾ, എല്ലാവരാലും പരിത്യക്തരായ കുഞ്ഞുങ്ങൾ, ഈശോയെ അവിടുത്തെ സ്നേഹം അനന്തമായിട്ട് ഒഴുക്കിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളെ സൗഖ്യപ്പെടുത്തി മാറോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അനേക വിശുദ്ധരായ കുഞ്ഞുങ്ങളെ സഭയ്ക്ക് തന്നുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും മനസ്സിലാക്കാത്ത കുഞ്ഞുങ്ങൾ, അവരുടെ നൊമ്പരങ്ങളൊന്ന് കേൾക്കാൻ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഈശോയെ അങ്ങയുടെ മാറോട് അവരെ ചേർത്ത് നിർത്തണമേ. വിശുദ്ധി വളർത്തുവാനായിട്ട് അമ്മയെ ഫലമേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈശോയെ, ഈ 3 സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ യുവജന മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുള്ള ഒരു സമൂഹം ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. ഈ കാലഘട്ടത്തിൽ അനേക വിശുദ്ധരായ യുവജനങ്ങൾ സഭയ്ക്കും ലോകത്തിനും ആവശ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈശോയെ, മയക്കുമരുന്നിനും അതുപോലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേ കണ്ടെത്തുവാനായിട്ടുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈശോയെ, മാധ്യമങ്ങൾ യഥാവിധി ഉപയോഗിക്കുവാനായിട്ട്, വിശുദ്ധിയോടെ ഉപയോഗിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് യുവജന മക്കളെ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഈശോയെ, അവിടുന്ന് നൽകിയ ഒരു കൽപ്പനയാണല്ലോ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. ഈശോയെ, ആ ഒരു വലിയൊരു കൃപ, അപ്പനെയും അമ്മയും അനുസരിക്കുവാൻ, സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാനുള്ള വലിയൊരു കൃപ ഞങ്ങളുടെ മക്കൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ കണ്ട് സ്വർഗ്ഗ സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ളൊരു അഭിഷേകം കുടുംബങ്ങൾക്ക് നൽകണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും യുവജനങ്ങളെയും അങ്ങേ തിരുമാറോട് ചേർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന ദൈവമേ, മഹത്വം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 8:21 സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ കേരളം, കർണാടക, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളെ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഐക്യത്തിലും സ്നേഹത്തിലുമായിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാവേരി, മുല്ലപ്പെരിയാർ പ്രശ്നങ്ങളിലെല്ലാം സമാധാനപരമായ ദൈവഹിതപ്രകാരമുള്ള ഒരു തീരുമാനമുണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി എല്ലാ ജനതകളിലേക്കും സമാധാനവും ലോകം നൽകുന്നത് പോലെയല്ല, ഞാൻ നൽകുന്ന സമാധാനം നൽകി ചെയ്ത ദൈവമേ, അങ്ങയുടെ സമാധാനം എല്ലാ ജനതകളിലേക്കും കടന്നു ചെല്ലുവാൻ, എല്ലാ ജനതകളും സ്നേഹത്തിലായിരിക്കുവാൻ, ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 hallelujah, 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 hallelujah.
സ്നേഹനിധിയായ ഈശോയെ, അങ്ങേ പൊൻകരങ്ങളിലേക്ക് ഈ സംസ്ഥാനങ്ങളുടെ ഭരണകൂടത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹവും ജ്ഞാനവും അവർക്ക് നൽകണമേ. കർത്താവെ, എല്ലാ നിയമസംഹിതകളെ വ്യവസ്ഥകളെ സമർപ്പിക്കുന്നു. കർത്താവെ, നീതിന്യായ വകുപ്പുകളെ സമർപ്പിക്കുന്നു. കർത്താവെ, പാവപ്പെട്ട ജനത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള നീതി ലഭിക്കത്തക്ക വിധത്തിൽ കർത്താവെ, അവിടുത്തെ സ്നേഹവും കരുണയും കൃപയും കൊണ്ട് അവരെ എല്ലാം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, റോമായുടെ ലേഖനം കർത്താവ് 13-ാം അധ്യായം 1-ാം തിരുവചനം ഞങ്ങൾ ഈ നിമിഷങ്ങൾ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാകുന്നു. ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. എല്ലാ അധികാരവും കർത്താവ് അങ്ങ് സ്ഥാപിച്ചതാകുന്നു. കർത്താവ്, ഈ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളെയും കർത്താവ് നിയമജ്ഞരെയും എല്ലാവിധ വകുപ്പുകൾ ജോലി ചെയ്യുന്നവരെല്ലാം അങ്ങ് കർത്താവിയെ നിയമിച്ചതാണ് ഞങ്ങൾ അറിയുന്നു, ഏറ്റുപറയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കാനുള്ളവരെ പോലെ കർത്താവ് നീതിയോടും കൂടി സത്യസന്ധതയോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ട കൃപയും ജ്ഞാനവും അവർക്ക് നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സ്നേഹത്താൽ പ്രചോദിതമായി ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനും ജനങ്ങൾ സമാധാനപൂർണ്ണമായി ജീവിതം നയിക്കുവാനും കർത്താവ് ഉതകത്തക്ക വിധത്തിലെല്ലാം കർത്താവെ ഗവൺമെൻറ്റിനെയും എല്ലാ അധികാരികളെയും അങ്ങ് അനുഗ്രഹിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ മഹത്വം. കർത്താവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. 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 കർത്താവേ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. പിയാൽ നിറയാൻ കവിയാൻ വരുന്നിതാ ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും കരുത്തുമീകണമേ. പ്രിയമുള്ളവരെ, ഈ 3 സംസ്ഥാനത്തിൻ്റെയും എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ നിമിഷം പ്രത്യേകമായിട്ട് ഈ 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആ സംസ്ഥാനങ്ങളിൽ രോഗികളായിട്ട് ഭവനങ്ങളിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവർ, ഭവനമില്ലാത്തവർ, വിവാഹ തടസ്സമുള്ളവർ, എല്ലാ വ്യക്തികളെയും എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ ഭരണാധികാരികളെ, സഭയെ, എല്ലാ വൈദികരെയും മെത്രാന്മാരെയും സിസ്റ്റേഴ്സിനെയും അൽമായ ശുശ്രൂഷകരെയും ഈ 3 സംസ്ഥാനങ്ങൾ തമ്മിൽ കൂടുതൽ ഐക്യമുണ്ടാകുന്നതിന് വേണ്ടിയും എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകം ഉണ്ടാകട്ടെ കർത്താവേ, ശക്തി ആവരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ കരം കർത്താവേ, അങ്ങയുടെ കരം ഈ 3 സംസ്ഥാനങ്ങളുടെ മേൽ ഈ നിമിഷം നീട്ടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കണേ കർത്താവേ. ഓരോ മക്കളെയും തൊടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കണേ കർത്താവേ. ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണേ കർത്താവേ. അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികള്, സൗഖ്യങ്ങള് ഈ നിമിഷങ്ങളിൽ കർത്താവേ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചേർന്ന് കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അമലോത്ഭവ മാതാവേ, എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങളങ്ങേ ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെയും പ്രത്യേകമായി ഈ 3 സംസ്ഥാനങ്ങളെയും അതിന്റെ എല്ലാ സർക്കാർ അധികാരികളെയും മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെയും കുടുംബങ്ങളെയും അതിലെ ഭാവി ഭൂതവർത്തമാനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും ക്രമീകരണങ്ങളെയും പ്രശ്നങ്ങളെയും തീരുമാനങ്ങളെയും ദൈവമഹത്വത്തിനായി മാറ്റുവാൻ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ,
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രതീകമായി നാം 3 പൂക്കൾ ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. തുടർന്ന് ഇന്ത്യയുടെയും പ്രത്യേകമായി ഈ 3 സംസ്ഥാനങ്ങളുടെ രാജ്ഞിയായി പരിശുദ്ധ അമ്മയെ പ്രഖ്യാപിച്ചുകൊണ്ട് സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടറായ റെവറൻഡ് ഫാദർ ധീരജ് സാബു IMS മാതാവിനെ കിരീടം ധരിപ്പിക്കുന്നു. സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. നമ്മളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച 3 സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുത്തെ എല്ലാ ജനങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടി ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മളോടൊപ്പം ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രേക്ഷകരെയും സമർപ്പിക്കാം. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ഇടപെടുന്നതിനും അവരിലെല്ലാവരിലും പ്രാർത്ഥനയുടെ രൂപി നിറയുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രാർത്ഥനായജ്ഞത്തിൽ തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. 9506722084 സ്വാന്തന കമ്മ്യൂണിറ്റി.